ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സ്നേഹിതരെ, വളരെ ചെറിയ കാര്യങ്ങൾക്ക് വരെ നുണ പറയാത്തവർ ഇന്ന് വളരെ ചുരുക്കമായിരിക്കും. എന്നാൽ താൽക്കാലിക ലാഭം മാത്രമുള്ള ഈ നുണകൾ നിത്യജീവിതത്തിൽ നിന്ന് നമ്മെ ഒരുപാട് അകറ്റുന്നുണ്ടെന്ന് നാം ചിന്തിക്കാറുണ്ടോ? ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും നുണ പറയുന്നവർ ഇന്ന് ഏറെയാണ്. നുണ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നവരുമുണ്ട്. പിന്നീട് അവർ പോലും അറിയാതെ നുണയുടെ ദുരാത്മാവ് അവരെ കീഴടക്കുന്നു. അപ്പോഴാണ് തിരുവചനം പ്രഭാഷകന്റെ പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യത്തിലൂടെ നമ്മോട് പറയുന്നത്, നുണ വികൃതമായ കറയാണ്, അഗ്നിന്റെ അധരത്തിൽ അതെപ്പോഴും കാണും എന്ന്. അതായത് നുണ എന്ന വികൃതമായ ഈ കറ നമ്മിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനമായ പരിശുദ്ധാത്മാവ് നമ്മിലില്ല എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അജ്ഞത എന്നെ ഭരിക്കാതിരിക്കട്ടെ. അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. നുണയുടെ ദുരാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയണമേ. ഏവർക്കും വിശുദ്ധി നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു. മിശിഹ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.